വീക്കെൻഡ് ആയാലും ഞങ്ങളുടെ മെയിൻ പരിപാടി ഉണ്ടല്ലേ, ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒത്തുകൂടലാണ്. അപ്പോൾ വീക്കെൻഡ് ആവുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യും ഈ വീക്കിൽ ഇന്നടത്താണെന്ന് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീക്കിലാണ് നസീറാത്താടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഈ വീക്കിലാണ് ഞങ്ങൾ ഫസ്ലാത്താടെ വീട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് കേട്ടോ. അങ്ങനെ ഇത്തവണയാണ് എൻ്റെ കൂടെ അബ്ദുള്ളയും കൂടി ഉണ്ട്. അബ്ദുള്ളയാണെങ്കിൽ സാധാരണ എന്നോട് വരാറില്ല, വീട്ടിൽ ടി വി കണ്ടുപിടിക്കും. അപ്പോൾ ഇത്തവണ എന്നോട് പറഞ്ഞു ഉമ്മി ഞാനും ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അബ്ദുള്ളേൻ്റെ മർജീൻ്റെ മോനും ജംഷിയുടെ മോനും ഒക്കെ ആയിട്ട് മോളുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ് അബ്ദുള്ള കേട്ടോ. അങ്ങനെ അബ്ദുള്ളയും കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഫസ്ലാത്താൻ്റെ വീട്ടിൽ പോയി. ഫസ്ലാത്ത മർജീൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ടല്ല, ഇപ്പം ഞങ്ങളുടെയും ഫ്രണ്ടാണ്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ജംഷിയുടെയും ഫസ്ലാത്താൻ്റെ വീട് അടുത്തടുത്താണ് കേട്ടോ. പക്ഷേ ഇവർ അയൽക്കാരാണ്, ബട്ട് ഇപ്പോഴാണ് അറിഞ്ഞത് അയൽക്കാരാണെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പോയപ്പോൾ അവിടെ കുറച്ച് ഫുഡൊക്കെ ആയിട്ടായിരുന്നു പോയത്. പാസ്തയും സാൻഡ്വിച്ചും സമൂസയൊക്കെ ആയിട്ടാണ് പോയത്. ഞങ്ങൾ ജംഷി, ഞാൻ, മർജി, ഷാഹിദാത്ത, ഞങ്ങൾ 4 പേരാണ് പോയത് കേട്ടോ. മറ്റു ഫ്രണ്ട്സിനാണെങ്കിൽ ഓരോരോ ജോലി തിരക്കാണ്, അവർക്ക് വരാൻ പറ്റിയില്ല. ഇനി ഒരാളും കൂടി ഉണ്ട് വരാൻ, സാലി. അപ്പോൾ സാലി കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. അങ്ങനെ ഫസ്ലാത്ത വെള്ളമൊക്കെ തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് കുറേ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ബിരിയാണി, മന്തി, അതുപോലെ ചിക്കൻ കുറുമ, ചപ്പാത്തി, അങ്ങനെ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് വെച്ച് എന്നിട്ട് ഷാഹിദാത്തക്കാണെങ്കിൽ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് പോകണം, മോൾക്കാണെങ്കിലും മദ്രസയിൽ എക്സാം ആയിരുന്നു. അങ്ങനെ ഷാഹിദാത്ത നേരത്തെ പോയി. അങ്ങനെ ഞങ്ങൾ പിന്നെ സാലിക്ക് വെയിറ്റ് ചെയ്തു. അങ്ങനെ സാലിയും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫസ്ലാത്ത നന്നായിട്ട് കുക്കൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഫസ്ലാത്ത ഞങ്ങളുടെ പുതിയ കൂട്ടാണ് കേട്ടോ. അങ്ങനെ ഈ വീക്കിൽ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ. ഇനി അടുത്ത വീക്കാകുമ്പോൾ ആലോചിക്കും ഇനി എവിടെയാണ് പോകേണ്ടത് എന്നുള്ള പ്ലാനിങ് ഒക്കെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര വാരിക്കൊടുപ്പൊക്കെയാണ് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ദൂരത്തിൽ പോകണമെന്ന് ഞങ്ങൾക്ക് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പം ദൂരത്തിൽ പോകാനും എല്ലാവരും പ്ലാൻ ചെയ്തിട്ട് ബട്ട് ലാസ്റ്റ് ആയപ്പം കുറേ ടൈം ഒരുപാട് ഓവറായി കേട്ടോ. അപ്പം പിന്നെ വിചാരിച്ചു എങ്കിൽ പിന്നെ നെക്സ്റ്റ് വീക്കിൽ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ദൂരത്ത് ക്യാൻസലാക്കി. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് റീൽസും ഒക്കെ എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വീക്കെൻഡിലെ വിശേഷങ്ങൾ. ഇനി വീണ്ടും പുതിയ വീക്കിൽ കാണുന്നവരെ എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു.